അല്പസമയത്തിനകം തന്നെ ഈ വാഹനം അവിടേക്ക് എത്തിക്കും. തുടർന്നായിരിക്കും കൃത്യമായി അരമണിക്കൂറിനകം തന്നെ നടപടികൾ ആരംഭിക്കാം എന്നുള്ളതാണ് കാർവാർ MLA പറയുന്നത്. അരമണിക്കൂറിനകം തന്നെ കൃത്യമായി പരിശോധനകൾ ആരംഭിക്കാൻ സാധിക്കും, മണ്ണ് നീക്കി തുടങ്ങാൻ സാധിക്കും. അങ്ങനെ മണ്ണ് നീക്കി തുടങ്ങുകയാണെങ്കിൽ നേരത്തെ NDRF സംഘമൊക്കെ ഇറങ്ങിയ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അഭിലാഷിലേക്ക് പോകാം. അവിടെ സംഭവ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടത്തേക്ക് എക്സ്കവേറ്റർ എത്തിച്ചിരിക്കുകയാണ്. 60 അടി താഴ്ചയിൽ വരെ കുഴിക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. 60 അടി നീളമുള്ള ഭൂമാണ്. അതുകൊണ്ട് തന്നെ നദിക്കരയോട് ചേർത്ത് അവിടം വരെ ഇപ്പോൾ നിർത്തിയിടുന്നതിനായുള്ള സംവിധാനവുമുണ്ട്. ഷിരൂരിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എക്സ്കവേറ്റർ എത്തിയോ? അഭിലാഷിന് കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ദീപക് മലയുമായി ഉള്ള ഭാഗത്ത് നിന്ന് ഏതാണ്ട് 3 മീറ്ററോളം അകലെയാണ് ഷിരൂരിൽ ദുരന്തഭൂമി. അവിടേക്ക് ഇതുവരെ വാഹനം എത്തിയിട്ടില്ല. ഏതാണ്ട് അവിടുന്ന് വിട്ടതേ ഉള്ളൂ. ഏതാണ്ട് ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടിവരുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും ആ വാഹനം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തനം തുടങ്ങാൻ എല്ലാ കാര്യങ്ങളും സജ്ജമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ ഒരുക്കലടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 60 അടി താഴ്ചയിലുള്ള മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ നദിയിൽ നിന്ന് റോഡിൻ്റെ മുകളിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് 16 മീറ്ററാണ്. 16 മീറ്റർ ഉയരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 47-48 അടിയോളം 50 അടിക്ക് താഴെ ഉയരം റോഡിന് തന്നെയുണ്ട്. അതായത് പിന്നീട് താഴോട്ട് 10 അടി താഴോട്ട് മാത്രമാണ് മണ്ണെടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് പരിഹരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും 5-10 അടി താഴ്ചയിലേക്ക് നദിയുടെ ജലനിരപ്പിൽ നിന്ന് 5 അടി 10 അടി താഴ്ചയിലേക്ക് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മണ്ണെടുക്കാൻ കഴിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്. ഈ വാഹനം അവിടെ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്താൻ പോകുന്നത്. അർജുനെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കുഴിച്ച് എടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. ബൂം എക്സ്കവേറ്റർ ഷിരൂരിലേക്ക് എത്തിക്കുകയാണ്. നാട്ടിൽ അർജുനായുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. സേവ് അർജുൻ എന്ന പേരിൽ പ്രതിഷേധ പരിപാടികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. VS രഞ്ജിത്ത്, പ്രതിഷേധം ഇപ്പോൾ 9ാം ദിവസമാകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അർജുന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അവരെല്ലാവരും. ഇപ്പോഴത്തെ എക്സ്കവേറ്റർ എത്തിക്കുമ്പോൾ അവിടെയും അർജുനെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ അവിടെ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള പൂജകളൊക്കെ നടത്തിയാണ് യന്ത്രം പോലും പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നാട്ടിലെ കാഴ്ചകൾ? സുജയ, ഇത് പ്രതിഷേധം എന്ന് പറയണോ ഐക്യദാർഢ്യം എന്ന് പറയണോ എന്നറിയില്ല. ലോറി ഉടമകളും ലോറി ജീവനക്കാരും തങ്ങളിൽ ഒരാളെ ഒരാളായിട്ടുള്ള അർജുനെ രക്ഷിക്കുക, ഒരു ലോറി തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഇത് അർജുൻ്റെ മാത്രം വിഷയമായിട്ട് ഇവർ കാണുന്നില്ല. ഇത്തരത്തിൽ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ലോറി ഡ്രൈവർമാരുടെ മൊത്തത്തിൽ അവരുടെ ജീവിതത്തിന് ഇത്തരത്തിലൊരു സുരക്ഷിതത്വവും ഇല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അതിനുള്ളൊരു ശ്രദ്ധ കൂടി ഈ ഒരു അർജുൻ്റെ ഈ ഷിരൂരിലെ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ലോറി തൊഴിലാളികൾ പൂർണ്ണമായും പണിമുടക്കിക്കൊണ്ടുള്ള ഒരു സമരമാണ്. ഇന്ന് ലോറി സർവീസുകൾ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നില്ല. ഈ സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ട് ഉടമകളും ജീവനക്കാരും ഇപ്പോൾ കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ്. സേവ് അർജുൻ എന്ന് പറയുന്ന സ്ലോഗൻ എഴുതിയ പ്ലക്കാർഡുകളാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. അവരുടെ വാക്കുകളിലും അത് മാത്രമാണുള്ളത്. അർജുനെ കണ്ടെത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇതിപ്പോൾ 9ാം ദിവസത്തെ തെരച്ചിലാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു അറിയിപ്പുമില്ലാതെ തന്നെ കുറേ ലോറി ജീവനക്കാരും ഉടമകളും ഒക്കെ തന്നെ 9 ദിവസമായിട്ടും ഒരു വിവരവും ഇല്ലാത്തത്. ഇതുപോലെയുള്ള ഭാരവാഹനങ്ങൾ ഓടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ് അവിടെ ഇപ്പോൾ അർജുന് വേണ്ടി കൂടി നിൽക്കുന്നത്. നിങ്ങൾക്കൊപ്പം നമ്മളുണ്ട്, നമ്മൾ ഒന്നിച്ച് തന്നെ ഈ തെരച്ചിൽ പൂർത്തിയാകുന്നത് വരെ മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിലെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് ഇപ്പോൾ ആ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് ആ യന്ത്രത്തിൻ്റെ ഉടമകളുടെയൊക്കെ ആവശ്യപ്രകാരമാണെന്ന് തോന്നുന്നു അവിടെ ഇപ്പോൾ പൂജയൊക്കെ നടത്തുന്നുണ്ട്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെയൊക്കെ MLAയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പൂജ നടത്തുന്നത്. യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നതിന് മുൻപ് അർജുനെ കണ്ടെത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി കൊണ്ടുവന്ന എക്സ്കവേറ്റർ അവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് MLA സതീഷ് സെയിലിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഇപ്പോൾ പൂജ നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെയുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ചു ചേർന്നത് അവരുടെ ഒരു രീതിയാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരുപാട് പേർ അല്ലാത്ത കമൻറ്റുകളൊക്കെയായി വരുന്നുണ്ട്. എക്സ്കവേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് അവർ പ്രാദേശികമായി അവരുടെ വിശ്വാസമാണ്, അതാണ് അവർ ചെയ്യുന്നത്. അർജുനെ കാത്തുള്ള നമ്മുടെ കാത്തിരിപ്പ് 9ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്.
ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ MLAയുടെ നേതൃത്വത്തിലാണ് അവിടെ പൂജയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ വാഹനത്തിന്, അതായത് വാഹനം നമ്മൾ നാട്ടിലൊക്കെ ഇറക്കുമ്പോൾ ഇങ്ങനെ പൂജ നടത്തുന്ന വിശ്വാസമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ എക്സ്കവേറ്റർ അവിടെ എത്തിച്ച് പൂജ നടത്തുകയാണോ? അതെ അതെ അത് ദുരന്ത ഭൂമികയിലേക്ക് ഈ വാഹനം പോകുന്നതിന് മുന്നോടിയായുള്ള ഒരു പൂജ എന്നുള്ള നിലയിലാണ് അവരതിനെ കാണുന്നത്. അത് ഈ നാടിൻ്റെ സംസ്കാരമായിരിക്കാം. അതുകൊണ്ട് ആ നിലയിൽ തന്നെ അതിനെ കാണുകയും ചെയ്യുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ തേങ്ങയൊടക്കം നടക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് തന്നെ ഈ അപകടം നടന്നിട്ടുള്ള മേഖലയിലേക്ക് എത്തിക്കും. തുടർന്നായിരിക്കും അവിടെ പരിശോധനകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിന് കുറച്ച് സമയം ഇവിടെ പൂജയും മറ്റ് ചടങ്ങുകളൊക്കെ ആയിട്ട് പോകുമെന്നുള്ളതാണ്. അതിന് ഓപ്പറേറ്ററെ ഉൾപ്പെടെ കാർവാർ MLA വിളിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇത്തരം പൂജകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. നമ്മുടെ മഞ്ചേശ്വരം MLA ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം 2 ഓപ്പറേറ്റർമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓപ്പറേറ്റർമാരെ എത്തിച്ച് അവർക്ക് ഒരു തുകയുൾപ്പെടെ നൽകുന്ന ചടങ്ങാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിക്കൊണ്ടുള്ള പൂജാ ചടങ്ങുകൾ ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരത്തിൽ ചടങ്ങുകളെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പ്രൊക്ലൈനർ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ മണ്ണ് നീക്കം സാധ്യമാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ആ അർത്ഥത്തിൽ അർജുനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടക്കുമെന്നുള്ളത് നമ്മൾ കരുതുകയാണ്. ഒരു സമയമാണ്, അതിന് അവസാനഘട്ട പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയ്ക്ക് മുമ്പ് നടക്കുന്ന പൂജ വിഭാഗങ്ങൾ ഒന്നിച്ചേർന്ന് സംയുക്തമായ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അതിൽ നിന്ന് 3 പേരുടെ ജീവനാണ് ഇപ്പോഴും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നത്. ആ 3 പേരെ ഇപ്പോൾ ആ വാഹനം അവിടെ എത്തി പ്രവർത്തിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അവിടെ പൂജ നടത്തിയത്. ദീപക് മലയമ്മ ആ പൂജ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ദീപക് കേൾക്കാമെന്ന് കരുതുന്നു. ദീപക് ഇപ്പോൾ MLAയുടെ നേതൃത്വത്തിലാണ് അവിടെ പൂജയും സ്വീകരണവും ഒക്കെ. ഇനി ആ യന്ത്രം, അതായത് ഇങ്ങനെയുള്ള അപകട മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ അവരെ എല്ലാവരെയും നമുക്ക് MLAയുടെ പ്രതികരണം കേൾക്കാം. Where the shop is there, no, there only. Up to what limit? Up to 60 feet and up to 20 meter. 20 meter length, breadth and 60 meter depth. After that, one more radar will also come. And drone will also come. We will put all our efforts, okay? Thank you. MLA സതീഷ് കുമാർ സിംഗിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അഭിലാഷിനെയും ദീപകിനെയും അവിടെ കാണുന്നുണ്ട്. അഭിലാഷ്, ദീപക്, നിങ്ങൾക്ക് ആർക്കാണ് കേൾക്കുന്നതെങ്കിലും പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ പൂജയൊക്കെ പൂർത്തിയാക്കി സൈറ്റിലേക്ക് ഓപ്പറേഷനായി പോവുകയാണോ? ദീപക്. യെസ് സുജയ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ ബാരിക്കേഡ് വെച്ച് വാഹനങ്ങളും മാധ്യമങ്ങളെയും ഒക്കെ തടഞ്ഞു നിർത്തിയ ആ മേഖലയിലേക്കാണ് ഇപ്പോൾ ഈ പ്രൊക്ലൈനർ എത്തിച്ചിട്ടുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടും. ദുരിതഭൂമിയിലേക്ക് ഇനി അല്പം ദൂരം കൂടി മാത്രമേ ഉള്ളൂ. ആ സമയത്തിനകം തന്നെ ആ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി അരമണിക്കൂറിനകം തന്നെ ഇത് പ്രവർത്തിച്ച് തുടങ്ങുമെന്നുള്ളതാണ്. തുടങ്ങും. കൃത്യമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മണ്ണുകൾ എളുപ്പത്തിൽ നീക്കാനും അതുവഴി ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരുത്താനും കഴിയുന്ന സാഹചര്യമുണ്ട്. ഓക്കെ, സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താനും നമുക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായി അല്പസമയത്തിനകം തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ മഞ്ചേശ്വരം MLA ഒക്കെ പങ്കുവച്ചതുപോലെ ശുഭസൂചകമായ ഒരു വാർത്ത നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആ ഒരു പ്രൊക്ലൈനർ ഇവിടെ നിന്നും നമുക്ക് അതിനൊപ്പം തന്നെ പോകാം. വാഹനം ഇപ്പോൾ ഷിരൂരിലെ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. ദീപക്, നമുക്ക് മാധ്യമങ്ങൾക്ക് അനുവദനീയമായ പരിധി വരെയുള്ള ദൃശ്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളേക്ക് അഭിലാഷും ലഭ്യമാക്കും. ഇപ്പോൾ വാഹനത്തിന് പൂജയൊക്കെ നടത്തി അതിൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന 2 പേർ, അതായത് അപകട മേഖലയിലേക്ക് നേരിട്ടിറങ്ങാൻ പോകുന്ന 2 പേർക്ക് അതിനുവേണ്ടി അവരെയാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത്. MLAയും അവരെയാണ് സ്വീകരിച്ചത്. 2 ഓപ്പറേറ്റർമാരാണ് ഈ വാഹനത്തിലുള്ളത്, അല്ലേ ദീപക്? അതെ, അതിൽ ഈ ലോറിയുടെ ഡ്രൈവറായിരുന്നു ഒന്നുണ്ടായിരുന്നത്. മറ്റൊരു
പ്രൊക്ലൈനർ പ്രവർത്തിപ്പിക്കുന്ന ആൾ കൂടിയുണ്ട്. അങ്ങനെ 2 പേരാണ് പൂർണ്ണമായും അതിൻ്റെ കൂടെ ഉള്ളത് എന്നുള്ളതാണ്.